ഡിവൈഎസ്പി പറയാണ് പ്രവീണിനോട്, അവിടെ 50 പേര് ആയുധങ്ങളായിട്ട് നിൽക്കുകയാണ്, അവിടെ ഈ കത്തിയുണ്ട്, അവിടെ ഈ കുറുവടിയുണ്ട്. അപ്പൊ ഈ ജാഥ അങ്ങോട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള ഒരു ഉപദേശം DCC പ്രസിഡന്റിനെ. ഉളുപ്പുണ്ടോ കാക്കിക്കുപ്പായിട്ട് നടക്കാൻ? ഉളുപ്പുണ്ടോ? നിങ്ങൾ സംരക്ഷണം കൊടുത്തൊരു ജാഥ നടപ്പിലാക്കുന്നതിന് ആരെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ, 50 പേരുണ്ടെങ്കിൽ, ഇവിടെയാണോ കാവല് വേണ്ടത്? അല്ല 50 പേർക്കാണോ നിങ്ങൾ കാവൽ നടത്തേണ്ടത്? ആ 50 പേരെയും അറസ്റ്റ് ചെയ്ത് ഈ ജാഥ നടത്താൻ സുഗമമായ അവസരം ഒരുക്കേണ്ട പോലീസ് 50 പേരെ കാണിച്ച് ഞങ്ങളെ ആളെ പേടിപ്പിക്കുകയാണ് ചെയ്തത്. വൈകുന്നേരം ഞാൻ കേട്ടു ഒരു SP പറയുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല, ഞങ്ങൾ MPയെ ആക്രമിച്ചിട്ടേ ഇല്ല. മിസ്റ്റർ ബൈജു മോനെ, ആ കാക്കിക്കുപ്പായം അവിടെ വെച്ചിട്ടുണ്ടല്ലോ. ജീവിതാവസാനം വരെ പിണറായി മുഖ്യമന്ത്രിയാവുന്നുള്ള മോഹം ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ നിങ്ങളെ കാണും. 6 മാസം കഴിഞ്ഞാൽ, ഏപ്രിൽ മാസം കഴിഞ്ഞാൽ മിസ്റ്റർ ബൈജു നിങ്ങളെ ഞങ്ങൾ കാണും. എല്ലാ നിയമലംഘനങ്ങൾക്കെതിരായിട്ടുള്ള നിങ്ങളുടെ ഈ നടപടി, എല്ലാ മര്യാദകളും കാറ്റിൽപ്പെടുത്തുന്ന നിങ്ങളുടെ ഈ നടപടി ഞങ്ങൾ ചോദ്യം ചെയ്യും. അതിന് സംശയം വേണ്ട. ഇത്രയും ഭീകരമായ ഒരു പോലീസ് ഒരു ഭാഗത്ത് പക്ഷം ചേർന്ന് ഒരു പാർലമെന്റ് മെമ്പറെയും നേതാക്കളെയും തല്ലിച്ചതക്കുന്നത് കണ്ടാൽ, ഇത് പറയാതെ ഇവിടുന്ന് പോയാൽ ഞാൻ ഒരു സാധാരണ പ്രവർത്തകനല്ല എന്നുള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഞങ്ങളൊക്കെ ഒരുപാട് അക്രമം കണ്ടതാണ്, പോലീസുകാരുടെ ഇവരെ നോക്കിയതാണ്, എത്രയോ ഭീകരമായ അക്രമങ്ങൾ നേരിട്ടവരാണ്. ഈ ഓലപ്പാമ്പ് കാണിച്ച് പീഡിപ്പിക്കണ്ട. ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം, യൂണിഫോമിന്റെ പവിത്രതയുണ്ട്, പാരമ്പര്യമുണ്ട്. ആ യൂണിഫോം ഇട്ടിട്ട് ഏമാന്മാരെ സുഖിപ്പിക്കാൻ വേണ്ടി, ഈ സുഖിപ്പിക്കുന്നവരെല്ലാം അഴിമതി നടത്തുന്നവരാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അവന്റെ അഴിമതി മറച്ചു പിടിക്കാനാണ് ഈ സുഖിപ്പിക്കൽ, ഓവർ സുഖിപ്പിക്കൽ നടത്തുന്നത്. അങ്ങനെ സുഖിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ MPക്ക് നേരെയും നേതാക്കന്മാർക്കെതിരെയും കുതിര കയറിയാൽ നിങ്ങൾക്കറിയും ഷാഫി ആരാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണ്, UDF എന്താണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തിയിരിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇത് ചിലരുണ്ടിപ്പോ, ചില പോലീസ് നിയമന്മാരുണ്ട്, കേസുകാരെ കിട്ടിയ അപ്പൊ തന്നെ നേരെ ചവിട്ടുക, തല്ലുക. യൂത്ത് കോൺഗ്രസ്സുകാരെ കിട്ടിയാൽ MSFമാരെ കിട്ടിയ ചെയ്യുക. ഇത് ചില പോലീസുകാരുണ്ടിപ്പോ. മക്കളെ, ഒരു കാര്യം പറഞ്ഞേക്കാം, കേരളമാണിത്. ഇത് CPMന്റെ അവസാനത്തെ ഭരണമാണ് ഈ ഭരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനെല്ലാം കണക്ക് തീർത്ത് ചോദ്യം ചോദിക്കുന്ന കാലമുണ്ടാവും. അതുകൊണ്ട് മര്യാദക്ക് അവനവന്റെ കാക്കിക്കുപ്പായത്തിന്റെ വിശുദ്ധി കാത്തുസൂക്ഷിച്ച് പ്രവർത്തനം നടത്താൻ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.